കൂലിയാണ്. ഉളോടുകൂടെ മരിച്ചുപോയാൽ ശുഹദാക്കളുടെ കൂടെ സ്വർഗമാണ്. ഉളോള്ള ആളുകൾ അള്ളാന്റെ മലക്കുകളുടെ കാവലിലാണ്. ഉളോണ്ടോ അള്ളാഹു അവരെ സഹായിക്കുകയാണ്. ഉമ്മമാർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യം കൂടി പറയുകയാണ്. വീട്ടിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ, വീട്ടിൽ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഉമ്മിനീങ്ങളെ ഇഹാനത്തുൽ ഔലിയ, അള്ളാന്റെ ഔലിയാക്കന്മാരെ ഈ തരം താത്തല്, മഹാന്മാരെ തരം താത്തല്, ഉസ്താദന്മാരെ തരം താത്തല്, സയ്യിദന്മാരെ തരം താത്തല്, അങ്ങനെ ചെയ്യുന്നവരാരോ അവർക്ക് അല്ലാഹു ശാരീരികമായിട്ടും മാനസികമായിട്ടും ദാരിദ്ര്യം കൊടുക്കുകയാണ്, തീരാത്ത സങ്കടം കൊടുക്കുകയാണ്, തീരാത്ത ബുദ്ധിമുട്ട് കൊടുക്കുകയാണ്. അല്ല ഉസ്താദേ, ഇത്തരം ഔലിയാക്കന്മാരെ പറഞ്ഞിട്ട് മുക്കാകണ്ഠക്ക് എന്താവില്ലല്ലേ? ആര് പറഞ്ഞു എന്താവില്ലേ? എന്നോട് വന്നിട്ട് ഉർക്ക് ചോദിച്ച മുക്കാകണ്ഠയുണ്ട്. എന്നോട് വന്ന് ആരോടും പറയണ്ട ഉസ്താദ്, എന്റെ മോണ് കിടാവൂ എന്താക്കി സമാവില്ലേ? എല്ലാ ടെസ്റ്റ് ആക്കിയേ, ഒരു ടെസ്റ്റിലും ഒന്നുമില്ല, പ്രോബ്ലം ഇല്ല, മോണ് ജാവ് കുറഞ്ഞില്ല, ഒരു ഉറുക്കാക്കി തറാമാ? ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. കാരണം ഓ മുക്കാകണ്ഠയാണ്, ഓ കൊണ്ടുപോയിട്ട് കെട്ടണം ഈ ഉറുക്ക്. അതുകൊണ്ട് ആരും അറിയാതെ എത്രയോ ഇങ്ങനെ അവരും ചെയ്യുന്നുണ്ട്. കാഴ്ചക്കൊരു ഷോയാണിത്. ഔലിയാക്കളെ പറയുന്നവർ, മഹാന്മാരെ തരം താഴ്ത്തുന്നവർ, ഉസ്താദന്മാരെ ബഹുമാനിക്കാത്തയാള്, ഉസ്താദന്മാരെ മേൽ തൊട്ടിട്ട് സംസാരിക്കാൻ പാടില്ല, ഉസ്താദന്മാരെ തോളത്ത് കൈയിടാൻ പാടില്ല. ദീനിന്റെ ഖിദ്മത്തെടുക്കുന്ന ആലിമീങ്ങൾ, അവർ ദീനിന്റെ കാവൽ ഭടന്മാരാണ്, അവർ അള്ളാന്റെ ആളുകളാണ്, അള്ളാന്റെ ദീനിന്റെ ആളുകളാണ്. അവരെ നിസ്സാരതയോടെ കണ്ടാൽ അള്ളാഹു നിന്നെ നിസ്സാരപ്പെടുത്തുകയാണ്. അവരെ ഇൻസൾട്ട് ചെയ്താൽ അള്ളാഹു നിന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ്. അവരെ കുറ്റം പറഞ്ഞാൽ അള്ളാഹു നിന്നെ കുറ്റം പറയുകയാണ്. ഏതെങ്കിലും വേഷധാരികൾ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിൽ ആലിമീങ്ങളെ കുറ്റം പറയാൻ നടന്നാൽ, ഉസ്താദന്മാരെ ചീത്ത പറയാൻ നടന്നാൽ, ആരാണ് അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവർ? നമ്മളറിയില്ലല്ലോ. ഖൽബിൽ തഖ്വയുള്ള ആള്, അവർക്ക് പള്ളി ഭയമാണ്, നിസ്കാരം ഭയമാണ്, അല്ലാഹുവിനെ ബഹുമാനമാണ്, ഉസ്താദന്മാരെ ബഹുമാനമാണ്, ആലിമീങ്ങളെ ബഹുമാനമാണ്, ഔലിയാക്കന്മാരെ ബഹുമാനമാണ്, അവരോട് സ്നേഹമാണ്. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല. ഔലിയാക്കന്മാരെ കളിയാക്കുന്നവർ, ഔലിയാക്കന്മാരെ ധിക്കരിക്കുന്നവർ, ഉസ്താദന്മാരെ തരം താഴ്ത്തുന്നവർ, ഉസ്താദന്മാരെ ഇൻസൾട്ട് ചെയ്യുന്നവർ, ഉസ്താദന്മാരെ തരം താഴ്ത്തി കാണുന്നവർ, അവർക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുകയാണ്. ഉമ്മ, ഒരാളെയും നീ ചെറുതായി കാണരുത്. എല്ലാരെയും ചെറുതായി കാണുന്നൊരു ഒരാളുണ്ടായിരുന്നു. ആബിദാണ്, വലിയ മഹാനാണ്. അയാൾ ഒരുപാട് ദുആ ചെയ്തു പോയി. അല്ലാ മരിക്കുന്ന മുമ്പ് ഖദർ അലൈഹിസ്സലാമിനെ ഒന്ന് കാണാ. അദ്ദേഹം നല്ല മനുഷ്യനാണ്, വലിയ ആലിമാണ്, വലിയ ആബിദാണ്. അദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട്, ആളുകളെ ഇൻസൾട്ട് ചെയ്യലാണ്. അങ്ങനെ ആ മനുഷ്യൻ പരിശുദ്ധ ഹജ്ജിന് വേണ്ടി പോവുകയാണ്. കഅബ തവാഫ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ട ഒരാള് പോയിട്ട് കൈ കൊടുക്കുകയാണ്, മുസാഫഹത്ത് ചെയ്യുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ കൈതട്ടുകയാണ്. പോയി ഇവിടെ നിന്ന് പറഞ്ഞ് കൈതട്ടിയിട്ട് തിരിച്ചു പോവുകയാണ്. അന്ന് രാത്രി കടന്നുറങ്ങുമ്പോ ഒരു വിളിയാളമാണ്, അല്ല സഹോദരാ, 20 കൊല്ലക്കാലം എന്നെ കാണാൻ ദുആ ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ കൈ നിങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കഅബാന്റെ മുറ്റത്ത് വന്നപ്പോ നിങ്ങൾ എന്റെ കൈനെ തട്ടിയല്ലോ. ഇനി ദുനിയാവിൽ നമ്മൾ കണ്ടുമുട്ടൂല. ഖദർ അലൈഹിസ്സലാമാണ് കൈ കൊടുക്കാൻ വേണ്ടി പോയത്. ഖദർ നബിയുടെ കൈയിനെയാണ് തട്ടിക്കളഞ്ഞത്. അദ്ദേഹം എന്തുകൊണ്ടാണ്? ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് പറയുന്നുണ്ട്, ഒരാളെയും നീ ഇൻസൾട്ട് ചെയ്ത് പോകരുത്, ഒരാളെയും നീ ചെറുതാക്കി പോകരുത്, എന്നാൽ അല്ലാഹു നിന്നെ ചെറുതാക്കുകയാണ്. അതുപോലെ ഉമ്മമാരെ, വീട്ടുകളിൽ പാത്രം കഴുകുന്നത് ഒഴിവാക്കിയാൽ
പാത്രം കഴുകുന്നത് ഒഴിവാക്കിയാൽ വീട്ടിൽ ദാരിദ്ര്യം വരികയാണ്. പാത്രം കഴുകുന്നത് ഒഴിവാക്കുന്ന ഉമ്മമാരില്ലയോ? രാത്രി ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് തിന്നിട്ട് എല്ലാ പാത്രങ്ങളും അവിടെ കൂട്ടിവെച്ചിട്ട് നാളെ കഴുകാന്ന് കരുതിയിട്ട് രാവിലെ കഴുകുന്ന ഉമ്മമാർ, രാവിലെ നാസ്ത കഴിച്ച ഫുഡ് പാത്രങ്ങൾ വൈകുന്നേരം കഴുകുന്നവർ, ഉച്ചത്തെ ചോറിന്റെ പാത്രങ്ങൾ രാത്രി കഴുകുന്നവർ, അങ്ങനെ പാത്രങ്ങൾ കഴുകാതെ വെക്കുന്ന വീടുകളിൽ ദാരിദ്ര്യം വരുമെന്ന് മഹാന്മാര് പറയുന്നു. കാരണം ഈ പാത്രം ഉമ്മമാര് നിങ്ങൾക്കെതിരെ ദുആ ചെയ്യുന്നുണ്ട്. ഈ പാത്രം നിങ്ങൾക്കെതിരെ ദുആ ചെയ്യുന്നുണ്ട്. കഴുകി വെച്ച പാത്രമില്ലയോ, വൃത്തിയാക്കി വെച്ച പാത്രമില്ലയോ, ആ പാത്രം ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, അല്ലാഹുമ്മ റഹംഹാ. അല്ലാഹുവേ, ഈ വീട്ടുകാർക്ക് നീ പുറത്തു കൊടുക്കല്ല, ഇവർക്ക് നീ റഹ്മത്ത് ചെയ്യല്ല എന്ന് ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാത്രം കഴുകാതെ, രാത്രിയുടെ പാത്രം കഴുകേണ്ടത് രാവിലെ അല്ല. അല്ല ഉസ്താദേ, മക്ക ഒരുപാടുണ്ട്, സമയമില്ല. ഉമ്മമാരെ, രാത്രിയുടെ ഫുഡ് കഴിക്കേണ്ടത് ഇശാ കഴിഞ്ഞിട്ടല്ല. ഇശാ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കടന്നുറങ്ങലാണ്. അങ്ങനെ കടന്നുറങ്ങുന്ന ആളുകൾ, ഇശാ കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുന്ന ആളുകൾക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തഹജ്ജുദിന്റെ നേരത്ത് ഉറക്കിൽ നിന്ന് ഉണർന്ന വീട്ടുകാർക്കും റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ട്. ഒന്ന് ആർക്കാണ്? ഇശാ കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുന്നവർക്ക് റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ. മറ്റൊന്ന് തഹജ്ജുദിന്റെ നേരത്ത് ഉറങ്ങാത്ത ആളുകൾ, ഉണർന്ന ആളുകൾ, അവർക്കുമുണ്ട് ദുആ, അവർക്കുമുണ്ട് ദുആ. അതുകൊണ്ട് നേരത്തെ കിടന്ന് രാവിലെ നേരത്തെ എണീക്കുന്നവർ റഹ്മത്തിന്റെ ആളുകളാണ്, അവർ അല്ലാഹുവിന്റെ ആളുകളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, പാത്രം കഴുകാതെ നമ്മുടെ വീടുകളിൽ കൂട്ടിവെക്കരുത്. അതുപോലെ ഭക്ഷണം എറിയുന്ന വീടുകളിൽ ദാരിദ്ര്യം വിട്ടുപോകൂല, രോഗം വിട്ടുപോകൂല. ഭക്ഷണം എറിയുന്ന ഉമ്മമാർ, ഫുഡ് വലിച്ചെറിയുന്ന ഉമ്മമാർ, ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് അത് വലിച്ചെറിയുന്നവരില്ലയോ? അത്തരം ആളുകൾക്കും റഹ്മത്തില്ല, അവർക്ക് ബറക്കത്തില്ല, അവർക്ക് മരുന്ന് ഫലിക്കൂല. ഫുഡ് വലിച്ചെറിയുന്ന വീട്ടിൽ അവർക്ക് മരുന്ന് ഫലം ചെയ്യുകയില്ല. ഫുഡ് വലിച്ചെറിയുന്ന വീട്ടിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂല, ഭർത്താവിന് ഭാര്യയോട് സ്നേഹം ഉണ്ടാവൂല, എപ്പോഴും ദേഷ്യം വരുന്ന ഭർത്താവോ ഉമ്മ. കാരണം എന്തേ? നീ എവിടെയും പോകണ്ട, കണക്ക് വെക്കണ്ട, കണക്ക് ചോദിക്കണ്ട, നിന്റെ വീട്ടിൽ എറിയപ്പെടുന്ന ഭക്ഷണങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷിക്കണേ. ഇത്തരം ദാരിദ്ര്യം വരുന്ന വിഷയങ്ങൾ, കുടുംബത്തിലെ പ്രശ്നം വരുന്ന വിഷയങ്ങൾ എല്ലാം ശ്രദ്ധയോടെ കൊണ്ട് നടക്കണേ. പിന്നെയോ, ജീവിതത്തിൽ റഹ്മത്തിന് വേണ്ടി ചെയ്യേണ്ട റസൂലുള്ളാഹി പറഞ്ഞ രണ്ട് കാര്യം പറയുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ എല്ലാ ഔലിയാക്കന്മാരും ചൊല്ലിയ ദിക്റാണ്, സ്വഹാബത്ത് ചൊല്ലിയ ദിക്റാണ്, റസൂലുള്ളാഹി ചൊല്ലിയ ദിക്റാണ്. ഫഇന്നഹു ദിക്റു ഹമലത്തിൽ അർശ്, അർശ് ചുമക്കുന്ന മലക്കുകളുടെ ദിക്റാണ്. അല്ലാഹുവിന്റെ അർശ് ഈ ഭൂമിയെ കാണും വലിയ അർശ്. ആ അർശ് അല്ലാഹുവിന്റെ അർശ്, ആ അർശിനെ ചുമക്കുന്ന മലക്കുകൾ, ആ മലക്കുകളുടെ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് ചൊല്ലുന്നവരുടെ കടം തീരുകയാണ്, പ്രശ്നം തീരുകയാണ്, ബുദ്ധിമുട്ട് തീരുകയാണ്. രണ്ടാമത് ഉമ്മമാരെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മല്ലസിമൽ ഇസ്തിഗ്ഫാർ. ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും അല്ലാഹു തുറവടി കൊടുക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നത് വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ അറിയാത്ത വഴിയിൽ അവന്റെ കച്ചവടം, സന്തോഷം, അവനിക്ക് നല്ല റിസ്ക് നൽകുന്നു. അവന്റെ കുടുംബത്തിന്റെ പ്രശ്നം തീരുന്നു. മഴയില്ലാത്തവരിൽ മഴ വരുന്നു, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു. ടെൻഷൻ ഉള്ളവന്റെ ടെൻഷൻ തീരുന്നു, ഭർത്താവിന്റെ ദേഷ്യം കുറയുന്നു, ഭാര്യക്ക് സ്നേഹം വരുന്നു, മക്കൾ അനുസരണയുള്ളവരാകുന്നു. അസ്തഗ്ഫിറുല്ലാഹ് ഒരുപാട് ചൊല്ലുന്നവരാകണേ.
സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ഗിന ഐശ്വര്യത്തിന്റെ സൂറത്താണ്, ഐശ്വര്യത്തിന്റെ സൂറത്താണ് സൂറത്തുൽ ഗിന. അതിന്റെ പേര് വാഖിയാന്റെ പേരാണ് സൂറത്തുൽ ഗിന. റസൂലുള്ളാഹി പറയുന്നു ഫഖറഊഹാ, എപ്പോഴും വാഖിയ സൂറത്ത് ഓതണേ. വഅല്ലിമൂഹാ ഔലാദക്കും, നിങ്ങളുടെ മക്കൾക്ക് വാഖിയ സൂറത്ത് പഠിപ്പിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെയോ ടെൻഷൻ കുറയാൻ വേണ്ടിയിട്ട്, പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് ഗസാലി ഇമാം പറയുന്നുണ്ട്, ആകാശം നോക്കിയിട്ട് ദിക്ർ ചൊല്ലിയാൽ, ആകാശം നോക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ, ആകാശത്തെ വെറുതെ നോക്കിയിരുന്നാൽ അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്നില്ലയോ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിയത്, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു നിങ്ങൾ നോക്കുന്നില്ലേ? മഹാന്മാർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ആകാശം നോക്കൽ ഇബാദത്താണ്, മുകളോട്ട് നോക്കൽ ഇബാദത്താണ്, ആകാശം നോക്കുന്നത് സന്തോഷമാണ്. ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നു, തൻഖുസുൽ ഹമ്മ്, ടെൻഷൻ കുറയാ, ആകാശം നോക്കിയിരിക്കുക. ഇപ്പൊ നോക്കാനല്ല പറഞ്ഞത്, ഇപ്പം കാണൂല, രാത്രിയാണ്, നാളെ പോയിട്ട് ഫുർസത്തുണ്ടെങ്കിൽ കുറച്ചു നേരം ആകാശം നോക്കിയിരിക്കുക. ഇനി ആകാശം നോക്കിയിരിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലെ ഐശഞ്ഞാന് നോക്കണ്ട, ഇപ്പുറത്തെ വീട്ടിലെ ഫാറൂഖിനെയും നോക്കണ്ട. അത് വേറെ പ്രശ്നത്തിന് വഴിയൊരുക്കോ, അത് വേറെ ടെൻഷന് വഴിയൊരുക്കോ. വാട്സപ്പിൽ നിന്നുള്ള കണ്ണ് കൊരൽപ്പം മാറ്റിയ മക്കളെ വീട്ടിന്റെ ഉള്ളെന്ന് കൊണ്ടുവന്നിട്ട് പണ്ടത്തെ ഉമ്മമാര് അമ്പിളി മാമനെ കാണിച്ചിട്ടില്ലേ, ആകാശം കാണിച്ചിട്ടില്ലേ, മക്കൾക്ക് വെള്ളം കാണിച്ചിട്ടില്ലേ, മക്കൾക്ക് മരം കാണിച്ചില്ലേ? നമ്മളോ മക്കളെ കയ്യിൽ ടാബ് കൊടുത്ത് മക്കൾക്ക് ടി വി തുറന്നു വെച്ച്, ഉമ്മാക്ക് വാട്സപ്പിൽ പണിയുണ്ട്, ഉമ്മാക്ക് ഫേസ്ബുക്കിൽ പണിയുണ്ട്, ഉമ്മാക്ക് ടിക്ടോക്കിൽ തുള്ളിച്ചാടാനുണ്ട്, ഉമ്മക്കും പബ്ജി കളിക്കാൻ തുടങ്ങിയ ഉമ്മ, ഉമ്മയും കാൻഡി ക്രാഷ് കളിച്ച മടുത്ത ഉമ്മ. ഇങ്ങനെ ഉമ്മാക്കും തിരക്കുണ്ട്, ഉമ്മാക്ക് പാതിരവരെ ചാറ്റിംഗ് ഉണ്ട്, ഉമ്മാക്ക് ഹറാമായ വീഡിയോ കോൾ ഉണ്ട്, ഉമ്മാനെ ചീറ്റിംഗ് ചെയ്യാൻ ആളുകളുണ്ട്, ഉമ്മാക്ക് ലൈന് വേറെയുണ്ട്. ഇങ്ങനെ ഈ മക്കള് ഒന്ന് ആകാശം മര്യാദക്ക് കണ്ടില്ല, മക്കള് മണ്ണിൽ കളിച്ചില്ല, മക്കള് നല്ല ശുദ്ധ വെള്ളം കുടിച്ചില്ല. മക്കളെ എല്ലാം കാണിച്ചു കൊടുക്കണേ. ബീച്ചിൽ പോയി മക്കളെ വലിച്ചെറിയാനല്ല പറയുന്നത്, വെള്ളത്തിൽ വീണ് മക്കളെ കൊല്ലാനല്ല പറയുന്നത്. റമളാനിൽ സിറ്റി സെന്ററിൽ പോയിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് പുരയിലെത്തി നോക്കുമ്പോ എല്ലാം ഉണ്ട്, കുഞ്ഞിനെ കാണാനില്ല. പെണ്ണുങ്ങൾക്ക്, ചില പെണ്ണുങ്ങൾ അങ്ങനെയുണ്ട്, ബാഗ് ഒരു സ്ഥലത്തും മറക്കൂല. മയ്യത്ത് കാണാൻ കണ്ണോക്കിന് പോകുമ്പോൾ ഉണ്ടാകും ബാഗ്. ഈ ബാഗിൽ എന്ത് സ്വർണമോ മുത്തോ മാണിക്യമോ ഒന്നുമല്ല, കിടാവിന്റെ പാമ്പേഴ്സ്, പഴയ ടെക്സ്റ്റ് ബുക്ക്, ന്യൂസ് പേപ്പർ, ഇതൊക്കെ തള്ളിയിട്ട് കൊണ്ടുവന്ന ബാഗ്. ഇത് മുത്തുപോലെ സൂക്ഷിക്കുന്ന ഉമ്മമാര് മക്കളെ സൂക്ഷിക്കലില്ല. ഡ്രസ് വാങ്ങാൻ പോയ ഡ്രസ് കയ്യിൽ കൊണ്ടുവരും, മക്കളെ പറഞ്ഞിട്ട് വരികയാണ്. റമളാനിൽ വാട്സപ്പിൽ കാണാ, അവിടെ ഒരു കുട്ടിയുണ്ട്, ഡ്രസ്സിന്റെ കടയിൽ അവിടെ ഉണ്ട്, ജ്വല്ലറിൽ 2 മക്കളുണ്ട്. കാരണം ഇവർക്ക് ബോധമില്ല, ഇവർക്കെല്ലാം മറന്നുപോയി. അങ്ങനെയാവരുത്. ആകാശം നോക്കാനാണ്, ആകാശം ചിന്തിക്കാനാണ്. അവിടെ ഒരുപാട് മഹത്വമുണ്ട്. ചിന്തിക്കുന്നത് നല്ലതാണ്. ആകാശത്ത് ചിന്തിക്കുക. പിന്നാലെ പോവുകയാണോ? കള്ളൗലിയാക്കന്മാരുടെ കൈപിടിച്ച് മുത്തം വെക്കുകയാണോ? അവരെ കൊണ്ട് തലതടവിക്കുകയാണോ? ഈമാൻ പണയം വെക്കുകയാണോ? അവരുടെ കാൽക്കൽ വീണ് സുജൂദ് ചെയ്യുകയാണോ? അറിയില്ലേ?
മാഷിത ഉമ്മാന്റെ എല്ലാ മക്കളെയോ ധിക്കാരികളാകുന്ന രാജാവിന്റെ പട്ടാളവർഗങ്ങൾ വന്നിട്ട് എല്ലാ മക്കളെയും ഓരോ മക്കളെയും എടുത്തിട്ട് തിളച്ചു മറയുന്ന എണ്ണയിലിട്ടിട്ട് ചുട്ടുകരിച്ചിട്ട് മാഷിത്താട് ചോദിച്ചില്ലേ, മാഷിത്ത ദീന് വിട്ടുവരാൻ തയ്യാറാണോ? ദീന് വിട്ടുവരാൻ തയ്യാറാണോ? ഇല്ല ഇല്ല. എല്ലാ പൊന്നു മക്കളോ തിളച്ചു മറയുന്ന എണ്ണയിലിട്ട് ചുട്ടുകരിച്ചിട്ട് മാഷിത്ത ഉമ്മാന്റെ ഈമ പണയം വെച്ചില്ല പെങ്ങള്. എല്ലാ മക്കളെയും അള്ളക്ക് വേണ്ടി പണയം വെച്ചിട്ട് അവസാനം മാഷിത്ത ഉമ്മാനെ പോലോ അവരെ കൊന്നു കളഞ്ഞില്ലയോ ധിക്കാരികൾ. എന്നിട്ടും അള്ളാന്റെ ദീനിന്റെ ഈമാ അവര് പണയം വെച്ചില്ല. സുമയ്യ ഉമ്മാനെ ചരക്കല്ലിൽ വലിച്ചു കൊണ്ടുപോയി രക്തമൊടുക്കിയിട്ട് മുന്തുവാരത്തിലേക്ക് കുന്തം കുത്തി കയറ്റിയിട്ട് തല പൊട്ടിയിട്ട് പോലെ സുമയ്യ ഉമ്മാന്റെ ഈമാ പണയം വെച്ചില്ല. ഉമ്മ അമ്പലത്തിലേക്ക് തലവിഞ്ഞ് തേങ്ങ കൊടുക്കേണ്ടവരല്ല, അമ്പലത്തിലേക്ക് തലവിഞ്ഞ് കോഴി കൊടുക്കേണ്ടവരല്ല, അമ്പലത്തിലേക്ക് 11 ഉറുപ്പ്യ തലവിഞ്ഞ് കൊടുക്കേണ്ടവരല്ല, ഭാരവാഹികളെ അമ്പലത്തിന് ആശംസ അറിയിക്കേണ്ടവരല്ല, ചെറുപ്പക്കാരെ അമ്പലത്തിന് ഡൊണേഷൻ കൊടുക്കേണ്ടവരല്ല, അള്ളാന്റെ പള്ളി ഒഴികെ ഏത് മതത്തിന്റെ ആരാധന കേന്ദ്രങ്ങൾക്കും സഹായം ചെയ്യേണ്ടവരല്ല. അവരെ ആക്രമിക്കരുത്, അവർക്ക് കല്ലെറിയരുത്, അവരെ കളിയാക്കരുത്, അവരുടെ ദൈവങ്ങളെ കുറ്റം പറയരുത്. പക്ഷെ അവർക്ക് സമ്പത്ത് കൊടുക്കേണ്ടവരല്ല, സഹായം കൊടുക്കേണ്ടവരല്ല, അവർക്ക് നേർച്ച കൊടുക്കേണ്ടവരല്ല. ശിർക്കിനോടുള്ള ബന്ധപ്പെട്ട പ്രവണതകളാണ് അതൊക്കെ. അതുകൊണ്ട് ഉമ്മമാരെ ഈമാൻ പണയം വെക്കാതെ എല്ലാ പരീക്ഷണം ആർക്കാണോ പരീക്ഷണമുള്ളത് അവർ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ്, അല്ലാഹുവിന് ഇഷ്ടമുള്ളവരാണ്. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. എല്ലാ പരീക്ഷണങ്ങളും ക്ഷമയോടെ മുന്നേറുന്നവരില്ലയോ അവർ അള്ളാന്റെ ആളുകളാണ്, അവർ സന്മാർഗം സിദ്ധിച്ചവരാണ്. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ചവർ അവർ സ്വർഗത്തിൽ പോകാനാണ്. ഉമ്മ ആരോടും വിദ്വേഷം വേണ്ട, ആരെയും കളിയാക്കണ്ട, ആരെയും ആക്രമിക്കണ്ട. കൃത്യമായി നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമം നടത്താം. എന്തിനു വേണ്ടിയാ മുമ്മിന്? എത്രയെത്ര മരണങ്ങളാണ്, എത്രയെത്ര ചെറുപ്പക്കാരാണ്, എത്രയെത്ര യുവതികളാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഒരു സഹോദരി പറയുകയാണ്, മീലാദ് ദിവസം മീലാദിന്റെ പരിപാടി റബീഉൽ അവ്വൽ 12-ന് പള്ളിയിൽ പരിപാടി നടക്കുമ്പോ ഒരു പൊന്നുമോള് നിലത്തിരുന്നിട്ടുണ്ട്. ആളുകൾ പലരും പറഞ്ഞു, മോളെ ഒന്ന് മുകളിൽ കേറിയിരിക്ക്. പൊന്നുമോളെ എല്ലാരും വിളിച്ചോ, ആർക്കും തിരിഞ്ഞില്ല. ഇവളെന്തിനാണ് നിലത്തിരുന്നത്? നിലത്ത് പച്ച മണ്ണിലാണ് ഇരുന്നത്. അതുവഴി അവളുടെ ജ്യേഷ്ഠത്തി മൂത്തോള് ഇഞ്ഞ പോകുമ്പോൾ അവള് വിളിക്കുകയാണ്, ഇങ്ങ് വാ, നമുക്ക് ഉമ്മാന്റെ അടുത്തിരിക്കാം. ഉമ്മാന്റെ ഖബറിന്റെ മീസാൻ കല്ല് പിടിച്ചിട്ട് 4 വയസ്സ് പ്രായമില്ലാത്ത പൊന്നുമോള് ജ്യേഷ്ഠത്തിയോട് പറഞ്ഞത്, ജ്യേഷ്ഠത്തിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, നമുക്ക് ഉമ്മാന്റെ അടുത്തിരിക്കാം. ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഒരു വഹദിന് പോയപ്പോ ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, മകളുടെ ഭർത്താവ് മരിച്ചുപോയി, അല്ല എന്റെ മകന്റെ ഭാര്യ മരിച്ചുപോയി. ആ ഭാര്യ മരിച്ചുപോയി. പിന്നീട് മക്കളെ കൂട്ടിയിട്ട് ഖബറിനടുത്ത് പോകുമ്പോ മക്കൾ ഒരൊറ്റ കരച്ചിലാണ്, ഉമ്മാന്റെ മുഖം കാണണം, എനിക്ക് എന്റെ ഉമ്മാനെ കാണിച്ചു തരണം, എന്റെ ഉമ്മ എവിടെയുണ്ട് വിളിക്ക്, എന്റെ ഉമ്മാനെ എനിക്കൊന്ന് നോക്കണം. മുമ്പിനെ നമ്മുടെ പിഞ്ചുമക്കൾ യതീമക്കളായിട്ട് നമ്മൾ മരിച്ചുപോയ ആരുടെ മുഖം നോക്കിയിട്ട് ഉമ്മാന്ന് വിളിക്കാനാണ്, ആരുടെ മുഖം നോക്കിയിട്ട് ഉപ്പാന്ന് വിളിക്കാനാണ്. കോടികളുടെ വീട് കെട്ടിയവർ വീട് കുടികൂടിയിട്ട് മാസങ്ങൾ പൂർത്തിയാകുന്ന മുമ്പ് ഞാൻ ജോലി ചെയ്ത സ്ഥലത്തിന്റെ പരിസരത്ത് വെച്ചിട്ട് വീട് കുടികൂടലിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരൻ വണ്ടിയെടുത്ത് പോയവർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് മയ്യിത്തായിട്ടാണ്. എത്രയെത്ര മരണങ്ങളാണ്, എത്രയെത്ര മരണങ്ങളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകുമ്പോ ആരോടും പക വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട. അള്ളാന്റെ ഔലിയാക്കന്മാർ
ഔലിയാക്കന്മാരെ തരം താഴ്ത്തണ്ട. കള്ള ഔലിയാക്കന്മാർ തട്ടിപ്പുകാരെ സൂക്ഷിക്കണം. അലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാകണം, കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. അയൽവാസികളോട് പിണക്കമുണ്ടെങ്കിൽ അവരോട് ബന്ധം വെക്കുന്നവരാകണം. കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അവരോട് സലാം പറഞ്ഞ് അവരോട് രാജിയാകുന്നവനാകണം. ആര് MP ആയാലും വിരോധമില്ല, നിന്റെ കുടുംബ ബന്ധം മുറിക്കരുത്. ആര് വോട്ടിൽ വിജയിച്ചാലും വേണ്ടില്ല, ജമാഅത്തിൽ ഭിന്നിപ്പുണ്ടാകരുത്. ആര് മത്സരിച്ചാലും വേണ്ടില്ല, കുടുംബ ബന്ധം വിച്ഛേദിക്കാൻ രാഷ്ട്രീയം കാരണമാകരുത്. പള്ളിയോടുള്ള ബഹുമാനം, വലിയ ഔലിയാക്കളോടുള്ള ബഹുമാനം, പ്രത്യേകിച്ച് ദുആക്ക് ഉത്തരമുള്ള പള്ളിയാണ്. നൂറുകണക്കിന് ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരമായ പള്ളിയാണ്. ഒരുപാട് ബഹുമതിയുള്ള മഹാന്മാരുടെ സാന്നിധ്യമുള്ള പള്ളിയാണ്. ഉമ്മമാരെ കാത്തു സൂക്ഷിക്കണം ഈ ബഹുമാനം. കമ്മിറ്റി ഭാരവാഹികള്, നാട്ടുകാര്, ചെറുപ്പക്കാര്, പള്ളിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വേണ്ട, പള്ളിയോടുള്ള വെറുപ്പ് വേണ്ട, പള്ളിയിൽ പ്രശ്നം വേണ്ട, ജനറൽ ബോഡിയിൽ സ്ഥാനമാനത്തിനുള്ള കുഴപ്പം വേണ്ട. അല്ലാഹുവിന്റെ ഭവനം, അവന്റെ ഔലിയാക്കളോടുള്ള ഏറ്റുമുട്ടൽ പരാജയത്തിലേക്കുള്ള പോക്കാ. അല്ലാഹുവേ, ഞങ്ങളെയും കുടുംബത്തെയും സലാമത്താക്കണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം 11:10 കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇത്ര നേരം പറയാൻ കഴിയുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ക്ഷീണമെന്ന് ഫസ്റ്റേ പറഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിച്ചോണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്നലെ 2-3 മണി സമയത്ത് ഉറങ്ങിയതാണ്. രാവിലെ ഉറങ്ങിയിട്ടില്ല. ഡിസ്ചാർജ് ആയത് കൊണ്ട് ഓടിച്ചാടി നടന്ന് ഭാര്യനെ മക്കളൊക്കെ കൊണ്ടുപോയി മാരിബിനോട് കുറച്ച് മുമ്പ് പള്ളിയിൽ എത്തിയതാണ്. അല്ല, പ്രത്യേകിച്ചിട്ട് നല്ലോണം നോക്കിയിട്ടൊക്കെ വേദ പറയണം എന്നുള്ള അതിൻ്റെ ഒന്നും നോക്കാതെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം അങ്ങനൊന്നും വിചാരിക്കരുത്. വിഷയങ്ങളൊക്കെ പറഞ്ഞത് എന്തായി ഒന്നും അറിയില്ല. നിങ്ങൾക്ക് മൊത്തത്തിൽ പറഞ്ഞത് ആരെയും നമ്മൾ അവഹേളിക്കണ്ട, ആരോടും വിദ്വേഷം വെക്കണ്ട. ഉമ്മമാരൊക്കെ വീട്ടുകളിലും പാത്രവും വീടൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. നമ്മൾ എന്ത് ചെയ്താലും വിട്ടുകൊടുക്കുക, എല്ലാവർക്കും പുറത്തു കൊടുക്കുക. ഒരു വിശാല മനസ്സ് നമുക്കുണ്ടായാൽ നമ്മുടെ ഖബർ വിശാലമാകും. ഖബർ വിശാലമായാൽ നമ്മുടെ സിറാത്ത് വിശാലമാകും. അങ്ങനെ വിശാലമായ സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഉമ്മമാരോടൊക്കെ പറയുന്നു, നല്ലവണ്ണം ജീവിക്കുക, നിസ്കാരം കളാക്കാതിരിക്കുക. റമളാന്റെ നോമ്പ് ബാക്കിയുള്ള ആൾ മുദ്ദു കൊടുത്തിട്ട് ഒപ്പിക്കണ്ട, അതാവൂല. മുദ്ദു കൊടുത്താൽ തീരൂല. ആരോഗ്യമുള്ള ആളുകൾ നോമ്പെടുക്കാൻ പറ്റുന്നവർ നോമ്പ് തന്നെ എടുക്കണം. കൊല്ലം പിന്നിട്ടാൽ പിന്നെ മുദ്ദും കൊടുക്കണം, നോമ്പ് നോക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അതാ നേരത്തെ റോട്ടിൽ കുറച്ചാൾ നടക്കുന്നത്. ഞാൻ പിന്നെ ചോദിക്കാത്തത് പൊതുവെ കമ്മിറ്റിക്കാർ നേതാക്കളാ റോട്ടിൽ നടക്കുന്ന ആളുകൾ കാൽപടന്മാരുടെ അല്ലല്ല കമ്മിറ്റിക്കാരൊക്കെ സദസ്സിലൊക്കെ ഉണ്ട്. അല്ലാഹു ബറക്കത്താക്കണം റഹ്മാനെ. എന്ത് ചെയ്യാ, ചന്തയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. സന്തോഷമായി. കച്ചവടം ഇല്ലാത്തതുകൊണ്ട് കുറച്ചതല്ലെന്നറിയില്ല. ഏതായാലും അതും കൂടി കുറച്ചാ സലാമത്തായി. ആള് ലാഭവും നഷ്ടമല്ല. അള്ളാന്റെ ദീന് നല്ലപോലെ നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതിന്റെ പേരിൽ അനാചാരം നടന്ന കമ്മിറ്റിക്കാർ ഉത്തരവാദികളാണ്. ഉറൂസിന്റെ സദസ്സിൽ വന്നിട്ട് ഒരാൾ വ്യഭിചാരികളായാൽ ഒരാൾ പറഞ്ഞു, ഉറൂസിന് പോകുമ്പോൾ 100 കടലാസിൽ നമ്പർ എഴുതിയിട്ടുണ്ട് പോകുന്നത്, നമ്പർ പാസ്സാക്കാൻ പോകുന്നത് ചന്തയിൽ പോയിട്ട്. അങ്ങനെ ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഔലിയാക്കന്മാരുടെ ശാപം കിട്ടും, തീരാത്ത പ്രശ്നമായി പോകും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ ഒന്ന് ദ്വാരക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പിരിവ് പ്രത്യേകിച്ചിട്ടൊന്നും വേണ്ടെന്ന് ഉസ്താദ് ഇവിടെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. നല്ല നാട്ടുകാർ എല്ലാവരും ഒന്ന് മുന്നോട്ട് എണിച്ചിട്ട് ഒരു ചെറിയൊരു 10 ദിക്ർ എല്ലിയിട്ട് നമുക്ക് ദുആ കഴിഞ്ഞിട്ട് മുസാഫഹത്താക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ദുആ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ്, നമ്മൾ വളരെ സ്നേഹബദ്ധത്തിലുള്ള എണ്ണപ്പെട്ട ഉസ്താദ്മാരിൽപ്പെട്ട ഉസ്താദ് പറയാനില്ലെങ്കിൽ നല്ല ആദരവും നല്ല പാണ്ഡിത്യമുള്ള ഒരു ഉസ്താദാണ്. ഒന്ന് കാണിക്കല കാണുമ്പോൾ ഇങ്ങനെ നിസാരമായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് കഴിഞ്ഞുകൊണ്ട ഒരു ഉസ്താദാണ്. ഞാൻ അറിഞ്ഞിടത്തോളം നല്ല തഹ്ഖീഖുള്ള നല്ല കിതാബ് അറിയുന്ന നല്ലൊരു ഉസ്താദാണ്. നല്ല സ്വഭാവം, നല്ല ശബ്ദവും, നല്ല പ്രസംഗം. ഇതിനേക്കാളൊക്കെ നല്ല പ്രസംഗം ഉസ്താദ് മിഞ്ഞാന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിനും ഉസ്താദിന്റെ കൂട്ടുകുടുംബത്തിൽ നമ്മളൊക്കെ അറിയുന്നവരാണ്. അള്ളാഹു നീ ബർക്കത്താക്കണം റഹ്മാനെ. പ്രസിഡന്റ് അതുപോലെ വേറെ പേരറിയില്ല മുഹമ്മദ്, അതുപോലെ അള്ളാഹു കൂട്ടുകുടുംബത്തിനും കമ്മിറ്റിക്കാർ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ. അതുപോലെ അസ്സരി ഉസ്താദ് അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടൊന്ന് സുഹൂരി, അതുപോലെ ഇവിടുത്തെ ഉസ്താദന്മാർ എല്ലാവരും അള്ളാഹു നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഈ ഉറൂസ് കമ്മിറ്റി, ഇതിന്റെ ചെറുപ്പക്കാർ, നാട്ടുകാർ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ചെറിയൊരു ദുആ എല്ലാവരും മുന്നോട്ട് വരിക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ്. മുസാഫഹത്ത് ബിന്നയ്യ.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാവരും കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാവരും അതൊരു റോട്ടിലുള്ള എല്ലാം വരും. നിങ്ങൾ ചെറിയൊരു ദുആ, ഞാൻ ഇത് കാര്യമായിട്ട് വയലു പറയാൻ വേണ്ടി വന്നല്ലായിരുന്നു. ദുആല് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു നമുക്ക് ഇന്ന് ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് ഇൻഷാ അല്ലാഹ് ഹോസ്പിറ്റലിൽ 5-6 ദിവസം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള വീട്ടുകാർ മംഗലാപുരത്തിന് ഒരുപാട് വീട്ടിൽ നിന്ന് ചില പെണ്ണുങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഹോട്ടലിൽ നിന്ന് 6-7 ദിവസത്തിലും ഹോട്ടലിൽ നിന്ന് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല. എല്ലാം പരിസരത്തുള്ള ചില വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് പ്രത്യേകം ദ്വാരക്കണം. ഇന്നലെ അതൊരു സഹോദരി പ്രത്യേകം പറഞ്ഞതാണ്, ഉസ്താദ് വായതിന് പോകുന്ന സ്ഥലത്തൊക്കെ പ്രത്യേകം ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വയസ്സുള്ള ആൾ ബുദ്ധിമുട്ടുള്ള ആൾ വരണ്ട, അല്ലാത്ത ആളുകളൊക്കെ വരിക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. ചെറിയൊരു ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും മുസാഫഹത്താക്കിയിട്ട് പോകാം ഇൻഷാ അല്ലാഹ്. സംഭാവന ഉള്ള ആള് അല്ലാഹു നീ കബൂലാക്കണം റഹ്മാൻ, നീ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹു ഖൈറും നമ്മുടെ സുഹൃത്തുണ്ട് പുത്തൂരിലെ നമ്മളെ കൂടെ ഒക്കെ യാത്ര സിയാറത്തിനൊക്കെ വരുന്ന സുഹൃത്താണ്. അല്ലാഹു നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം. ഈ നാട്ടിലെ പുതിയ അബ്ദി അല്ലാഹു നീ സന്തോഷം നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടോ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവിന്റെ ഉസ്താദന്മാർക്ക് നീ സന്തോഷം നൽകണം റഹ്മാനെ. അല്ലാഹുവിന്റെ കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. എംഎംഎസ് ഭാരവാഹികൾ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. എസ്കെഎസ്എഫിന്റെ ആംബുലൻസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിന് നിറയെ സന്തോഷമായി. അല്ലാഹു ഇതിന്റെ പ്രവർത്തകർക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. ആംബുലൻസിന് വേണ്ടി, നാടിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ ആരെല്ലാം ഉണ്ട് അവരുടെ പേരെല്ലാം നിനക്കറിയാം റഹ്മാനെ. നീ കബൂലാക്കണം റഹ്മാനെ. ഈ സദസ്സിൽ വന്നിരുന്ന ഉമ്മ പെങ്ങന്മാരെ നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഹസൻ ഹൈദറുസ്തങ്ങൾ ഉപ്പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ തീർക്കണം അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ അവരുടെ കാവൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മഹാന്മാർ മശായിഖന്മാരുടെ കാവൽ ഞങ്ങൾ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മശായിഖന്മാരുടെ നോട്ടം ഞങ്ങൾക്ക് എപ്പോഴും നൽകണം റഹ്മാനെ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി തരണം റഹ്മാനെ. ഹൈദറുസ് പാപ്പത്തങ്ങളുടെ കാവലും നോട്ടം ഞങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ, കാര്യങ്ങളിൽ, കച്ചവടത്തിൽ നൽകണം റഹ്മാനെ. അല്ലാഹു ഔലിയാക്കന്മാരോട് ഉസ്താദന്മാരോട് ബഹുമാനമുള്ളവരാക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്ക് ആരോടും ചതി, അസൂയ, വഞ്ചന അല്ലാഹു ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, അവരെ സഹായിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ആളുകൾ റമദാനിലും അല്ലാത്തപ്പോഴൊക്കെ ഉസ്താദന്മാരെ സഹായിക്കുന്നവരൊക്കെ അല്ലാഹു എല്ലാം നീ സലാമത്താക്കണേ അല്ലാഹ്. എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. റമദാനിലും അല്ലാത്തപ്പോഴും ഉസ്താദന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സഹോദരിമാർ അല്ലാഹു അവർക്ക് നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഇന്ന് ഭക്ഷണം തന്ന വീട്ടുകാർ, മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അല്ലാഹു നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹു അവരുടെ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എത്തിക്കണം റഹ്മാനെ. ഇന്ന് ഭക്ഷണം തന്ന വീട്ടുകാർ ഇന്നലകളിലും ഇനി വരുന്ന ദിവസങ്ങളിലും ഭക്ഷണം കൊടുക്കുന്ന എല്ലാ വീട്ടുകാർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഈ പള്ളിക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ഖിദ്മത്തെടുക്കുന്ന എല്ലാ ഭാരവാഹികളെയും, നാട്ടുകാരെയും, ചെറുപ്പക്കാരെയും നീ സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹു മുസ്ലിം സമുദായത്തിന് നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ഈ സമുദായത്തെ നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഉമറാക്കൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ സലാമത്താക്കണം റഹ്മാനെ. കാഷ്ടവും മൂത്രവും ബാഗുകളിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്, യാ അല്ലാഹ് നീ സലാമത്താക്കണം റഹ്മാനെ. നീ സന്തോഷം നൽകണം റഹ്മാനെ. ഈ വിനീതന്റെ വാപ്പ പോലും 10 കൊല്ലമായി ക്യാൻസർ രോഗത്തിൽ. അല്ലാഹുവേ ഈ പൂർണ്ണമായ റാഹത്തും ആഫിയത്തും നൽകണം റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും നൽകണം റഹ്മാനെ. അല്ലാഹുവിന്റെ ഉമ്മ ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലൊക്കെയാണ്. അല്ലാഹു നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹു നീ ഉമ്മാക്ക് സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങൾ എല്ലാവരുടെയും ഉമ്മ വാപ്പാർക്ക് നീ സന്തോഷം നൽകണം റഹ്മാനെ. അല്ലാഹു നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ സഹോദര സഹോദരിമാർക്ക് നീ റാഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇവിടെയുള്ള മഹാന്മാർ, അനുസ്മരിക്കുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും കുടുംബത്തിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങൾ
ഞങ്ങൾക്കും കുടുംബത്തിനും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾക്കെല്ലാം നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് സലാമത്തിന്റെ വഴികൾ തുറന്ന് അനുഗ്രഹിക്കണം അല്ലാ. പടച്ചോനെ, ഒരുപാട് ടെൻഷനുകളുണ്ട്. ആരോട് പറയാനാണ്? ആരോടും പറയാൻ കഴിയില്ല. കാണുമ്പോൾ കച്ചവടക്കാരനാണ്, കാണുമ്പോൾ ബിസിനസ്സുകാരനാണ്, കാണുമ്പോൾ അന്തമുള്ള ചന്തമുള്ളവനാണ്. മനസ്സിന്റെ ഉള്ളിൽ തീരാത്ത സങ്കടങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളെ നീ തീർത്തിരണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ വന്ന എല്ലാ ഉമ്മപെങ്ങന്മാർ അവരുടെ ഭർത്താക്കന്മാർക്ക് നല്ല സ്വഭാവം നൽകണേ അല്ലാ. ഭാര്യമാരെ സ്നേഹിക്കുന്ന സ്വഭാവം നൽകണേ അല്ലാ. ഭാര്യമാരോട് ദേഷ്യപ്പെടാത്ത സ്വഭാവം നൽകണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ ഒരു സഹോദരന്റെ അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് ഒരു അനുയോജ്യമായ നല്ലൊരു ഭർത്താവിന് എത്രയും പെട്ടെന്ന് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവിന്റെ കാര്യം നീ എത്രയും പെട്ടെന്ന് റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്, ഞങ്ങളുടെ കൂടെ സിയാറത്തിന് വരുന്നവർ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, അല്ലാഹു, അവർക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ ഇവിടെ ഓർക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരുടെ കൂട്ടുകുടുംബത്തിന്റെ കാര്യങ്ങൾ നീ റാഹത്തിലാക്കണേ അല്ലാ. സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ച റബ്ബേ, ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങളെ ഈ കുടുംബത്തെ നീ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, വാഹനത്തിന്റെ അടിയിൽ കിടന്ന് ചതഞ്ഞരഞ്ഞ് മരിക്കുന്ന ദുർമരണത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് റോട്ടിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന മയ്യത്താകുന്നതിനെ തൊട്ട് കാക്കണം അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ മരിക്കാൻ വേണ്ടി കുടുംബങ്ങൾ ദുആ ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് കാക്കണം അല്ലാ. ഉപ്പ മരിച്ചു കിട്ടാൻ വേണ്ടി മക്കൾ ദുആ ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഉമ്മ മരിച്ചു കിട്ടാൻ വേണ്ടി മക്കൾ ദുആ ചെയ്യുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഞങ്ങൾ മരിക്കണമെന്ന് കൊതിക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കണം അല്ലാ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരുപാട് വിധത്തിലുള്ള ആളുകളെ കണ്ടു. ഒരാളെ കാണിച്ചിട്ട് കുടുംബം പറഞ്ഞു, ഉസ്താദേ, ജീവിച്ചാലും മരിച്ചാലും എന്തായാലും എങ്ങനെയായാലും റാഹത്തായാലും മതി എന്ന് പറഞ്ഞാൽ അവർക്ക്